ഒടുവിൽ മകനെയും പാർട്ടിയെയും ന്യായീകരിച്ച പ്രതിഭ MLA. BJPയുടെ പൂതി നടക്കില്ല. മകനെതിരായ കഞ്ചാവ് കേസിൽ വീണ്ടും വിശദീകരണവുമായി പ്രതിഭ MLA. നടന്നത് തനിക്കെതിരായ വ്യക്തിപരമായ ആക്രമണമാണെന്ന് പ്രതിഭ പറഞ്ഞു. മകൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എക്സൈസിന് മേൽ മാധ്യമങ്ങൾ അമിതമായി സമ്മർദ്ദം ചെലുത്തിയെന്നും പ്രതിഭ MLA പറഞ്ഞു. തനിക്ക് പറയാനുള്ളത് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. എന്നാൽ വാക്കുകൾ അടർത്തി മാറ്റി മറ്റൊരു ക്യാമ്പയിനാക്കിയെന്നും പ്രതിഭ കുറ്റപ്പെടുത്തി. ചില മാധ്യമങ്ങൾ പ്രത്യേക അജണ്ടയോടെ വാർത്ത നൽകി. മകന്റെ ലഹരിക്കേസിൽ പാർട്ടി ആരും വലിച്ചിഴക്കേണ്ടെന്നും വലിയ വേട്ടയാടലാണ് തനിക്കെതിരെ നടന്നതെന്നുമായിരുന്നു പ്രതിഭയുടെ പ്രതികരണം. പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തോടൊപ്പമായിരുന്നു പ്രതിഭയുടെ പ്രതികരണം. ഇത് പാർട്ടി ആവശ്യപ്പെട്ട പ്രകാരം ചെയ്തതാണോ അതോ പ്രതിഭ പാർട്ടിയുടെ പിന്തുണ ഉറപ്പുവരുത്തിയതാണോ എന്ന് മാത്രമാണ് അറിയേണ്ടത്. മകന്റെ കേസിൽ പ്രതിഭയെ പാർട്ടി ഒറ്റപ്പെടുത്തിയെന്ന തരത്തിൽ ആരോപണങ്ങൾ പ്രചരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും തട്ട് കിട്ടിയത് BJPക്കാണ്. പുരകത്തിയപ്പോൾ വാഴ വെട്ടാൻ വെട്ടുകത്തിയെടുത്ത ബിപിൻ സി ബാബു പ്രതിഭയുടെ പാർട്ടി പ്രതികരണം വന്നതോടെ മാളത്തിൽ ഒളിച്ചെന്നാണ് സംസാരം. പ്രതിഭയെ കാവ്യ ഉടുപ്പിക്കാനുള്ള പരിശ്രമത്തിന് ഇതോടെ വിരാമമായി. പാർട്ടിയുടെ കവചം തനിക്കുണ്ടെന്ന് പൊതുസമൂഹത്തെയും എക്സൈസ് അധികാരികളെയും ധരിപ്പിക്കുന്ന തരത്തിലായിരുന്നു പ്രതിഭയുടെ വാക്കുകൾ. പാർട്ടി നേതാക്കളുടെ സാന്നിധ്യത്തിൽ പാർട്ടി ഒപ്പമുണ്ടായിരുന്നു എന്ന് പറയുന്നതിനൊപ്പം മകന് പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തുന്ന അമ്മയുടെ കരുതലായിരുന്നു MLAയുടെ വാക്കുകൾ. അത് ഇങ്ങനെ: പൊതുസമൂഹത്തിൻ്റെ ഭാഗമാണ് നാമെല്ലാം. അതിൻ്റെ എല്ലാ നന്മയുടെയും തിന്മയുടെയും ഭാഗമാണ് എൻ്റെ മകനടക്കം ഇവിടുത്തെ ചെറുപ്പക്കാരുടെ സമൂഹം. സ്വാഭാവികമായും എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു തിരുത്തിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം എനിക്കുണ്ടെന്ന ബോധ്യമുള്ളപ്പോൾ തന്നെ അവൻ ചെയ്യാത്ത കാര്യം വലിയ ഹൈലൈറ്റായി കാണിച്ചു. ഒരിക്കലും ഇല്ലാത്ത കാര്യം ആ മാധ്യമങ്ങൾ നൽകിയതാണ് അമ്മ എന്ന നിലയിൽ തന്നെ ചൊടിപ്പിച്ചത്. മകനെതിരായ വാർത്ത വ്യാജമാണ് എന്നതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് പ്രതിഭ വിശദീകരിച്ചു. പാർട്ടിയുമായി ആലോചിച്ച് നിയമപരമായി നേരിടുമെന്നും MLA പറഞ്ഞു. അതേസമയം BJPയിലേക്ക് താൻ പോകുമോ എന്ന ചോദ്യത്തിന് ഒരു പ്രസക്തിയുമില്ലെന്നും പ്രതിഭ കൂട്ടിച്ചേർത്തു. ഗോപാലകൃഷ്ണനും അടുത്തിടെ പാർട്ടി വിട്ട് BJPയിൽ ചേക്കേറിയ ബിബിനും ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ നേരത്തെ പ്രതിഭയെ സ്വാഗതം ചെയ്തിരുന്നു.